കുട്ടികളെ നോക്കാൻ വേണ്ടി ഒരു കെയർ ടേക്കർ വേണമെന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കണം. 24/7 കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫുഡും താമസവും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. അവര് നമ്മുടെ വീട്ടിൽ താമസിച്ച് കുട്ടികളുടെ കൂടെ തന്നെ നിന്ന് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെ അവർ നോക്കണം. ശരി സാർ. മഹേശ്വരി, ആ കെയർ ടേക്കറിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തില് നിന്റെയും കൂടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ശരി മഹേന്ദ്ര. മഹേന്ദ്രൻ എന്താ ഇങ്ങനെ ഒരു ഷോക്ക് വന്നിട്ട് പോയത്? അതെ ഗുപ്ത, ആരാ ഈ കെയർടേക്കർ? അവർക്ക് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തറിയാം? അവര് നോക്കാനായിട്ട് എന്ത് കഴിക്കും, എന്ത് കഴിക്കില്ല, ഇഷ്ടമുള്ളതെന്താ, ഇഷ്ടമില്ലാത്തതെന്താ, ഇതൊന്നും അറിയാതെ ഇവരെങ്ങനെ അവര് നോക്കുന്നത്? അവളൊരു സാധാരണ കെയർടേക്കർ അല്ല. അത് തന്നെ നീ പറഞ്ഞില്ലേ, ഈ കഥയെ മാറ്റാൻ പോകുന്ന ഒരാള്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇത്രയും വലിയൊരു കുരുക്ക് എങ്ങനെ മാറ്റുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിനെ ഈ വിധത്തിൽ അഴിച്ചു തന്നല്ലോ ജഗന്നാഥ. കഥ എങ്ങനെ മാറുമെന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു നല്ല കാര്യം നടക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാത്തിരുന്ന് കണ്ടോളൂ. മനുഷ്യന്മാർക്ക് മാറ്റം ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എനിക്കറിയാവുന്ന ആളിങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയേയില്ല. നീ ആരോടെ സംസാരിക്കുന്നേ? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. നീ നിന്റെ പണി നോക്ക്. അല്ല, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ? അടുത്തുള്ളവരുടെ കാര്യം എന്തിനാ നോക്കുന്നേ? എന്താ രാവിലെ തന്നെ പിറുവിറുക്കുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിലാവുന്ന രീതിക്ക് പറ. അല്ലാതെ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അരമണിക്കൂറെങ്കിലും എടുക്കും. അറിഞ്ഞൂടെ നിനക്ക്? നിനക്ക് എന്നെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാ ഉണ്ടാവാൻ പോന്നേ? ഇങ്ങനെ വെറുതെ കിടന്ന് ദേഷ്യപ്പെടാതെ ഡയറക്റ്റ് പോയിന്റിലേക്ക് വാ. 24 മണിക്കൂർ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. എന്താ അസൂയപ്പെടുമെന്ന് കരുതിയോ? അതല്ല, എന്നോട് പറയാൻ പാടില്ലെന്ന് വിചാരിച്ചോ? അയ്യോ എന്റെ പൊന്നു മോളെ, എനിക്കൊന്നും മനസ്സിലായില്ല. നീ തന്നെ പറ. നിനക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യം. കല്യാണാലോചനയോ? അതിനു വേണ്ടിയല്ലേ ഇത്രയും പെട്ടെന്ന് റെഡിയായിട്ട് പോകുന്നേ? നിന്റെ തല. ഇന്നലെ രാഘവൻ പറഞ്ഞത് ഓർമ്മയില്ലേ, രാവിലെ റെജിമെന്റിലേക്ക് വരണമെന്ന്? അച്ഛന്റെ കാര്യത്തിനായിട്ടുള്ള കത്തിന് വേണ്ടി ഓഫീസറുടെ ഒപ്പ് വേണ്ടേ? അതിനെ ഈ പോകുന്നേ. അങ്ങനെയെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നത് പോലെ ഇത്രയ്ക്ക് ഒരുങ്ങി പോകുന്നേ? നിന്നെ ഉണ്ടല്ലോ, ഞാൻ നോർമലായിട്ട് ഒരുങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ നിനക്കങ്ങനെ പലതും തോന്നും. എന്തോ നിന്റെ മുഖത്തൊരു കല്യാണ പെണ്ണിന്റെ ലക്ഷണം കാണുന്നുണ്ട്. ആ കല്യാണം നീ തന്നെ അങ്ങ് കഴിച്ചാ മതി. എനിക്കിപ്പോ എന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റ് നടത്തിയ അത് തന്നെ ധാരാളം. ബൈ. ഇപ്പോഴൊക്കെ ഡാഡി എപ്പോ നോക്കിയാലും നമ്മളോട് ദേഷ്യത്തിലാ. നമ്മുടെ മുറിയിൽ അലാറം വെച്ചാലും നമുക്ക് എന്താ എഴുന്നേക്കാൻ പറ്റാത്തത്? അതെ അതെ ചേച്ചി, നമ്മളെന്താ അങ്ങനെ ഉറങ്ങുന്നത്? ആകാശേട്ടൻ എന്താ ആലോചിക്കുന്നേ? അത് അമ്മയുടെ ചടങ്ങ് കഴിഞ്ഞാ പിന്നെ നമ്മുടെ അവസ്ഥ എന്താവും ആലോചിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞ അതെന്താന്ന് വെച്ചാ, ഡാഡി പഴയതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലേ. അപ്പോഴാണെങ്കിൽ നമുക്കും ഡാഡിക്കും ഇടയിൽ അമ്മ ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ അമ്മ ഇല്ലല്ലോ. ഡാഡിയുടെ റൂൾസും പണിഷ്മെന്റും നിങ്ങൾക്ക് അറിയാലോ ഏത് റേഞ്ചിലായിരിക്കുമെന്ന്. അതെല്ലേ, അപ്പോ അച്ഛൻ പറയുന്ന പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും. ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെ മിസ്റ്റേക്സ്, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന പണിഷ്മെന്റ്, അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അതെ അഞ്ജലി, ഞങ്ങളാണെങ്കിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ പിടിക്കപ്പെടുന്നു.
അങ്ങനെ പിടിക്കപ്പെട്ടാലും വലിയ പണിഷ്മെന്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നീ ഡാഡിന്റെ മുമ്പിൽ കാണിച്ച ബിൽഡപ്പും കാണിച്ച പോസും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം പുറത്തു വന്നാ ഉണ്ടല്ലോ. പക്ഷെ അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതുപോലെ ഇനി എത്ര പേര് വന്നാലും അച്ഛന് പ്രശസ്തി കിട്ടുന്നവരെ ഞാൻ ഉറങ്ങിയില്ല. അമ്മോ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നു. പുറത്തേക്ക് പോയി. മക്കളെ, നിങ്ങളുടെ അച്ഛന് നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. നിങ്ങളുടെ അമ്മ അവനെ വിട്ടുപോയി. നിങ്ങൾ അവനോട് പറയാതെ പോയാൽ അവന് വിഷമമാവില്ലേ? അത് നിങ്ങൾ ഒറ്റയ്ക്കാ പോയത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും. നിങ്ങളിൽ നിങ്ങളുടെ അമ്മയാവൻ കാണുന്നത്. പുറത്ത് നോക്കുമ്പോ വലിയ ധൈര്യശാലിയാ. പക്ഷെ അവന്റെ ഉള്ളിലെ സങ്കടം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. അവന്റെ വേദന എനിക്ക് കാണാൻ വയ്യ. അവന്റെ സംസാരം അങ്ങനെ ആണെങ്കിലും അവന്റെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമാ. അവൻ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. സോറി മുത്തശ്ശി, സോറി മുത്തശ്ശ. സോറി മുത്തശ്ശ. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. നിങ്ങളൊക്കെ എന്റെ തങ്കു കൊടുവാ. എനിക്കറിയാം പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവൂന്ന്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോയ കാര്യം അവൻ അറിഞ്ഞാ അവൻ കൂടുതൽ വിഷമിക്കും. ആ സ്കൂളിലേക്ക് പോവാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് രാവിലെ തന്നെ സ്കൂളിൽ പോവാൻ എണീക്കണം. ഞങ്ങൾക്ക് ഈ ഉറക്കം മതിയാവുന്നില്ല. ആ സ്കൂളും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ആ മഹേശ്വരി ആന്റി ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞങ്ങളോടെല്ലാം മനഃപൂർവ്വം ചെയ്യുന്ന പോലെ ഉണ്ട്. ആ മഹേശ്വരിയോട് പോകാൻ പറ. നിങ്ങളുടെ അമ്മയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഒന്നും പറയാതിരിക്കുന്നേ. പക്ഷെ അവൾ നിങ്ങളെ ഒരുപാട് ശല്യം ചെയ്യുവാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ മതി. ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശരി മുത്തശ്ശി. നിങ്ങൾക്ക് വേണ്ടി അച്ഛനൊരു കെയർ ടേക്കറെ ഏർപ്പാടാക്കുന്നുണ്ട്. ആ പെണ്ണ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കെയർ ടേക്കർ എന്തിനാ മുത്തശ്ശ? നീ ചെയ്യുന്ന കള്ളത്തരമൊക്കെ കുറയ്ക്കണമെങ്കിൽ ഒരു കെയർ ടേക്കറെ അല്ല 10 കെയർ ടേക്കറെ കൊണ്ടുവന്നാലും ഒരു രക്ഷയില്ല. താഴെ വീഴല്ലേ. സാറിന്ന് വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. അതായിരിക്കും എന്റെ ശരീരത്തിന് നല്ലത്. അല്ലെങ്കിൽ തടികേടായി പോകും. അയ്യോ, അകത്ത് എന്ത് നടക്കുന്നോ എന്തോ. ആലോചിക്കുമ്പോ പേടിയാവാ. എന്റെ നെഞ്ചത്തോടെ കയറിപ്പോ. നീ എന്താ ഈ ചെയ്യുന്നത് എന്റെ മകളെ? ഒന്നുമില്ല ഗുപ്ത. ഏട്ടൻ കുട്ടികളെ വഴക്ക് പറഞ്ഞില്ലേ? അങ്ങനെ റെജിമെന്റിലേക്ക് പോയാ ഇപ്പൊ എന്താ? പിന്നെ വിഷമിച്ച് ഒരേ ഇരിപ്പിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കില്ല. ഞാനുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് ഏട്ടൻ ഒന്ന് കൂളാക്കി എടുത്തേനെ. ഇപ്പൊ ഞാനില്ലല്ലോ. ഇനി അതൊക്കെ ഓർത്ത് വിഷമിച്ചോണ്ടേയിരിക്കും. അത് ആലോചിക്കുമ്പോഴാ പേടി. നിന്റെ ഭർത്താവ് വഴക്ക് പറഞ്ഞതുകൊണ്ട് നിന്റെ കൂടെയുള്ള എന്റെ സമാധാനം പോയി. നിന്റെ ഈ സംസാരത്തിനൊക്കെ കൂടെയുള്ള ആത്മാക്കൾക്കും മുകളിലിരിക്കുന്ന ദൈവത്തിനും ഒരു സമാധാനവും ഇല്ല. വല്ലാത്തൊരു ശല്യം തന്നെയാ. രണ്ടുപേരും ഒരുപോലെ കണക്കിന് കണക്കാ. താങ്ക് യു ഗുപ്ത. ഞങ്ങൾ എവിടെ പോയാലും എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്.
ഞങ്ങളെ കണ്ടാലേ അറിയാം നല്ല ജോഡികളാണെന്ന്. ഇവൾക്ക് ഞാൻ പുകഴ്ത്തിയതാണോ വഴക്ക് പറഞ്ഞതാണോ എന്ന് പോലും മനസ്സിലാകുന്നില്ല. ഏട്ടാ, ഇവൾ എന്നെയും കൊല്ലുമെന്നാ തോന്നുന്നേ. എന്താ ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലേ? ഹലോ, ഒന്നിങ്ങോട്ട് നോക്ക് മിലിറ്ററി സാറേ. ഏട്ടനോടല്ലേ ഞാൻ സംസാരിക്കുന്നെ. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലെങ്കിലും എന്നെ പറ്റി ആലോചിക്കുന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടാ ഇങ്ങോട്ട് നോക്ക്. ഏട്ടാ, ദേഷ്യം വന്ന പിന്നെ മുഖം വീർപ്പിച്ചിരിക്കും. അതൊക്കെ അപ്പൊ തന്നെ മറന്നു കളയണ്ടേ? ഏട്ടാ കേൾക്കുന്നില്ലേ? മോളെ നീ എന്തായി ചെയ്യുന്നേ? ഏട്ടൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ ഞാൻ എതിരെ നിൽക്കുന്നത് ശീല. ആഹാ, എത്ര ദേഷ്യത്തിലാണെങ്കിലും ഇറങ്ങാൻ നേരത്ത് ഞാൻ എതിരെ നിൽക്കുന്നത് നിർബന്ധ. ഞാനിങ്ങനെ നിൽക്കുമ്പോ ഏട്ടന്റെ മനസ്സിലെ ദേഷ്യം കുറച്ച് കുറയും. ഒന്ന് സ്റ്റാർട്ടാണ് സാറിന്റെ വായി ഒന്നും കേൾപ്പിക്കാതെ. ബൈ. അതെ ഗുപ്ത. എന്ത് പറ്റി ഗുപ്ത? ആരെങ്കിലും മരിച്ചു മുകളിലേക്ക് പോയോ? ഓ, ചിലപ്പോ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ? ഇറ്റ്സ് ഓക്കെ ഗുപ്ത. തലവിധി മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. എന്നാലും ഈ അവസരമൊക്കെ എനിക്ക് തന്നില്ലേ, അതിൽ സന്തോഷമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം. ഒന്നാ കണ്ട് 100 കാര്യം പറഞ്ഞു. വൈകുന്നേരം വരെ ഞാൻ ഫ്രീയാ. ആ കാര്യം ഞാൻ നിന്നോട് എങ്ങനെ പറയുമെന്ന് ആലോചിക്കുന്നത്. വാ കൊണ്ട് പറഞ്ഞാ പോരെ ഗുപ്ത. എന്ത് പറ്റി ഗുപ്ത? വരുന്ന 3 ദിവസം കഴിഞ്ഞാൽ നിനക്കൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി 3 ദിവസത്തിനുള്ളിൽ എനിക്ക് അത് തന്നെ മകളെ. നിനക്ക് വേണ്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ നിന്റെ ഭർത്താവിനെ, നിന്റെ കുട്ടികളെ, ഈ വീടിനെ, പിന്നെ ഈ ലോകത്തെ വിട്ട് നീ എന്റെ കൂടെ വന്നേ മതിയാകൂ. അതിനിടയ്ക്കോ എന്റെ വീട് സ്വന്തക്കാരൊക്കെ വിട്ടിട്ട് എനിക്ക് എങ്ങനെ വരാൻ പറ്റും ഗുപ്ത? ഇത് അന്യായമല്ലേ? ഈ 3 ദിവസം കൊണ്ട് നിനക്ക് നിന്റെ കുട്ടികളെ കണ്ണിറയെ കാണാം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിനോട് മനസ്സ് നിറയെ സംസാരിക്കാം. അതുമല്ലെങ്കിൽ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി അമ്മായിയോടും അമ്മാവനോടും നിനക്ക് വേണേൽ നന്ദി പറയാം. നിനക്കിനി ബാക്കിയുള്ളത് വെറും 3 ദിവസം മാത്രമാണ് മകളെ. നിനക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തോട് ഇവിടെയുള്ള മനുഷ്യരോടുമെല്ലാം നിനക്കുള്ള ബന്ധം അവസാനിക്കുന്നതാണ്. ഈ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നിന്റെ പാപവും പുണ്യവും എങ്ങനെ ഇരിക്കുന്നോ അവിടേക്ക് നീ പോകേണ്ടതായി വരും.
ഇത് ഓർത്തു വെച്ചോളൂ മകളെ. നിനക്കിനി അവശേഷിക്കുന്നത് 3 ദിവസം മാത്രം. ഗുപ്ത, അങ്ങനെ പറയരുത് ഗുപ്ത. ഗുപ്ത, ഗുപ്ത. ജീവിതകാലം മുഴുവനുള്ള ബന്ധം ഇങ്ങനെ പകുതിക്ക് വെച്ചു എങ്ങനെ ഉപേക്ഷിക്കുക? ഇത്രയും നാളത്തെ ഈ ബന്ധം ഒരു തവണത്തെ പൂജ കൊണ്ട്, അതും ഒരു ദിവസത്തില് എന്നെ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും? ആ ഒന്ന് നിന്നേ. ആരതി ഒഴിഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്താ? ചേട്ടാ, അത്ര എളുപ്പത്തില് ചേട്ടനെയും ചേച്ചിയും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റുമോ? പിന്നെ കയറാൻ സമ്മതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ യുദ്ധം ചെയ്യണോ? യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പാടുള്ളൊരു കാര്യം ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറി വരാൻ. ശരി, പറ. ചേട്ടനും ചേച്ചിയും രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വരണം. ഞാനും എന്റെ ഭാര്യ അരുന്ധതിയും വന്നിരിക്കെ. ഞങ്ങളൊന്ന് അകത്തേക്ക് വിടണം. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ചേച്ചി. പറയൂ ചേച്ചി. ശരി, അരുന്ധതി പറയാനുള്ളത് കൂടി ഞാനങ്ങ് പറയാം, പോരെ? ആ അവിടെ നിക്കട്ടെ. ചേട്ടാ, അതൊന്നും നടക്കില്ല. ചേച്ചി തന്നെ പറയണം. സോറി ആരു, മാക്സിമം ഞാൻ നിന്നെ രക്ഷിക്കാൻ നോക്കി. പക്ഷേ കുരങ്ങി സമ്മതിക്കില്ല. അങ്ങ് പറഞ്ഞേക്ക്. ഞാനും അദ്ദേഹവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഞങ്ങളെന്ന് അകത്തേക്ക് വിടും. ആ എന്താ ചേച്ചി ഇത്? ചേട്ടന്റെ പേര് അദ്ദേഹം എന്നാണോ? അതെ, നീ പോയി നിന്റെ അമ്മയോട് ചോദിച്ചാൽ എന്റെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ, ഇന്ന് ചേട്ടനെ പേടിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. പേര് പറഞ്ഞേ പറ്റൂ. ശരി, പറയാം. ഞാനും എന്റെ മഹേന്ദ്രേട്ടനെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിടണം. അയ്യടാ, മോളെ, എന്റെ മരുമകളെ കളിയാക്കിയത് മതി. അകത്ത് കയറാൻ അനുവദിക്കേ. വലതുകാലം വെച്ച് അകത്തേക്ക് കയറുമോളെ. ഹലോ മാഡം, ഇരിക്കേ. ആരും ഒന്നും പറയില്ല കേട്ടോ. മോളെ അരുന്ധതി, നീ വന്നതുകൊണ്ട് ഇവനെ പറ്റിയുള്ള ഞങ്ങളുടെ ടെൻഷൻ എല്ലാം തീർന്നു. ഇനി മുതൽ ഇവന്റെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നീ നോക്കണം. ഈ വീടിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിന്റേതാ മോളെ. അതെ മോളെ, ഈ വീട്ടിൽ നീ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. ഒന്നുകൂടി പറഞ്ഞാൽ നീ കഴിഞ്ഞേ ഉള്ളൂ എൻ്റെ മകൻ മഹേന്ദ്രൻ പോലും.